അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പച്ചരിപ്പൊടി ഒട്ടും തരിയൊന്നുമില്ലാത്ത ഫൈൻ പൗഡർ ആയിരിക്കണം. ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്ത് ആയിരിക്കണം. ഒന്നുകിൽ നമ്മൾ വീട്ടിൽ അരി കുതിർത്ത് പൊടിപ്പിച്ച് വറുത്തെടുത്ത അരിപ്പൊടി ആയിരിക്കണം. അതിൽ ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ പാക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന ഇടിയപ്പം പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതെടുത്താലും മതി. ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല ഫൈൻ പൗഡർ ആയിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. മാവും ഉപ്പുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കറക്റ്റ് പാകത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാവും ഉപ്പും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് അളവിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ അളവുകളും കൂട്ടിയെടുത്താൽ മതി. ഇപ്പൊ നമ്മൾ 1 കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പം 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തു. അതേ കപ്പിന്റെ അളവിൽ തന്നെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരിപ്പൊടി എന്ന് പറയുന്നത് എലൈറ്റിന്റെ അരിപ്പൊടിയാണ്. അപ്പം എലൈറ്റിന്റെ അരിപ്പൊടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് ആണ്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. ഈ മാവ് നല്ല സോഫ്റ്റായി കിട്ടുന്നതിനും ആ വെളിച്ചെണ്ണയുടെ ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിലാണ് നമ്മളെ മാവ് കിട്ടുന്നത്. ഇനി നമ്മളിതാ ഇതുപോലത്തെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചധികം മാവ് ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പമുള്ള കുക്കർ നോക്കി എടുക്കുക. മിക്സ് ചെയ്ത് വെച്ചില്ലേ മാവ്, ഒന്നുകൂടി ഇതുപോലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ കുക്കറിലേക്ക് ഫുൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മാവ് ഒന്ന് നമുക്ക് കുറുക്കി വറ്റിച്ചെടുക്കണം. കൈ വിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ചെയ്തിട്ടെടുക്കുമ്പോൾ നമുക്ക് വെള്ളം തിളപ്പിച്ച് മാവ് കിണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ജസ്റ്റ് കുറച്ച് വെള്ളം കൂടി പോയെന്നോ കുറഞ്ഞു പോയെന്നോ വന്നിട്ട് പ്രശ്നങ്ങളൊന്നും വരില്ല. കൈവിടാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടിയിടരുത്. പെട്ടെന്ന് തന്നെ കുറുകി മാവ് കറക്റ്റ് പാകത്തിന് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റായി. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ കിടക്കും. അതൊന്നും കുഴപ്പമില്ല. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. എല്ലാം ഒന്ന് വറ്റി നമുക്ക് ഉരുണ്ട് വരണം. മാവ് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഉരുണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പം മാവെല്ലാം കണ്ടില്ലേ, നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ സമയം ഇട്ട് കിണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഗ്യാസ് അടുപ്പ് നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് കുക്കർ നമുക്ക് പുറത്തെടുത്ത് നമുക്ക് അടച്ചിട്ട് വേണം മൂടി വെക്കാൻ വേണ്ടിയിട്ട്. മാവ് കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് കൊടുക്കാം. കുക്കർ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി പുറത്തെടുത്ത് വെക്കാം. ഈ ചൂടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ മാവ് നല്ലോണം വെന്ത് സോഫ്റ്റ് ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കുന്നത്. ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 20 അല്ലി വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ വലിയ ജീരകമാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും. ഇനി 4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1
ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ തന്നെ 2 ഏലക്ക, 2 ടീസ്പൂൺ ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് എടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. ഇതിലേക്ക് 3 മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് ചതച്ച് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മുഴുവൻ മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മസാലയും ഈ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് ഒരുമിച്ച് നല്ലതുപോലെ ഒന്ന് ഞെരടിയെടുക്കണം. ഈ സവാളയിൽ നിന്നും അതുപോലെ തന്നെ തക്കാളിയിൽ നിന്നും ആ നീര് ഇറങ്ങി വരുന്നത് വരെ നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെയും ഒന്ന് ഞെരടിയെടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ഞെരടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഒന്ന് സോഫ്റ്റായി കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഇപ്പോൾ 1 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ വെള്ളം മുഴുവൻ മാറിയതിന് ശേഷം ഈ മസാലയിൽ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഒന്ന് ആ ചിക്കനും മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ ചിക്കനിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് കൈവച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ ചിക്കനിൽ നിന്നും കുറച്ചും കൂടെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ഊറി വന്ന വെള്ളം മുഴുവനും ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളമൊക്കെ ഒന്ന് വറ്റി ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി മസാലയിൽ നിന്നും ചിക്കൻ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ ചിക്കനും മസാലയിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന മസാല നമുക്ക് മാറ്റി വെക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ മസാലയിൽ നിന്നും എടുത്ത് മാറ്റി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പാനിൽ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ മുഴുവൻ ചിക്കൻ കഷ്ണങ്ങളും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ചിക്കൻ്റെ 2 വശവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ കണ്ടില്ലേ ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ ബാക്കി വന്ന എണ്ണ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. ഇനി മസാല കുറച്ച് ലൂസായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതൊന്ന് തിളച്ചതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ മസാല ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മസാലയിൽ ഫ്രൈ ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവൻ ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയം കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള അധികം എണ്ണ ഒന്നുമില്ലാതെ ഫ്രൈഡ് ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സവാള, ഉള്ളി, വെളുത്തുള്ളി ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കുക്കറിൽ മാവ് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറിയൊരു ചൂടേ ഉള്ളൂ. ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഈ കുക്കറിൽ നിന്ന് നമുക്ക് മാവങ്ങ് പുറത്തേക്ക് എടുക്കാം. മാവ് കണ്ടില്ലേ ഒട്ടും അടിക്കൊന്നും പിടിക്കാതെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ കുക്കറിൽ തയ്യാറാക്കി എടുത്ത മാവാണ്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? അപ്പം നമ്മൾ സാധാരണ മാവ് പത്തിരിക്ക് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ മാവ് കിണ്ടിയെടുത്തിട്ട് ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. പിന്നെ കറക്റ്റായിട്ട് നമുക്ക് പരത്തി കറക്റ്റ് ഷേപ്പിന് എടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ നമ്മൾ കുക്കറിൽ മാവ് പത്തിരിക്ക് തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ പൊള്ളാതെ കൈ വേദനിക്കാതെ ഒരുപാട് കുഴക്കേണ്ട ഒന്നും ആവശ്യമില്ല. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇങ്ങനെ നമ്മൾ കുക്കറിൽ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ കയ്യിൽ ഒന്ന് എണ്ണ തടവിയതിന് ശേഷം എത്രയാണോ നമുക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക.
അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി, സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഉരുട്ടി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം മാവും ഉരുട്ടിയെടുക്കാം. മാവെല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പം ഇതിലും കുറച്ച് ചെറിയ ഉരുളകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കാം. മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒരെണ്ണം എടുത്തിട്ട് ബാക്കി മാവ് മൂടി വയ്ക്കുക. വീണ്ടും നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് വീണ്ടും ഒരെണ്ണം എടുക്കുക, വീണ്ടും മൂടി വയ്ക്കുക, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. അപ്പോൾ ഒരു ഉരുളതായി എടുത്തു, ബാക്കി മൂടി വെച്ച് കൊടുക്കാം. നമ്മൾ ഉരുട്ടിയെടുത്ത മാവൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പത്തിരി പ്രസ്സോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയോ റോളറോ ഒന്നും തന്നെ ആവശ്യമില്ല. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് വേണ്ടത്. മാവിന്റെ കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. പാലിന്റെ കവറോ എണ്ണയുടെ കവറോ മാവിന്റെ കവറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ എടുക്കുക. ഇനി പ്ലാസ്റ്റിക് ഷീറ്റിന്റെ പുറത്ത് ആദ്യത്തെ ഒരു തവണ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ആദ്യത്തെ ഒരു പ്രാവശ്യം എണ്ണ തടവിയാൽ മതി. നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഈ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഷീറ്റ് ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതുപോലത്തെ ഒരു സ്റ്റീലിന്റെ തട്ടോ അല്ലെങ്കിൽ ചോറൊഴിക്കുന്ന പാത്രമോ വെച്ചിട്ട് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മാവ് നല്ല സോഫ്റ്റ് അല്ലേ, നല്ലോണം പരന്ന് വരും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലോണം എന്താ പരന്ന് വന്നിട്ടുണ്ട്. ഇനി ഷീറ്റ് ഇതുപോലെ പിടിക്കുക, ഈ മാവൊന്ന് ഇളക്കിയെടുക്കുക. പത്തിരി പ്രസ്സോ ചപ്പാത്തി പലകയോ റോളറോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ട് എത്തിയെടുക്കാൻ പറ്റും. നമ്മൾ പരത്തിയെടുത്ത മാവ് ചൂടായി കിടക്കുന്ന ഒരു തവയിലേക്ക് ഇട്ടത് ചുട്ടെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു വശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതുപോലെ കൈ കൊണ്ട് പിടിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ വീർത്ത് വരുന്ന സമയത്ത് തവയിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. അപ്പൊ ഈസിയല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പൊ നമ്മുടെ പത്തിരി എല്ലാം ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. കൈ വേദനിക്കാതെ, കൈ പൊള്ളാതെ, മാവ് കിണ്ടിയെടുക്കാതെ വളരെ ഈസി ആയിട്ട് കുക്കറിലെ മാവ് ഇതുപോലെ തയ്യാറാക്കി നമുക്ക് നല്ല നൈസ് പത്തിരി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ഒരു ദിവസം കഴിഞ്ഞാലും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം കാസറോളിട്ട് അടച്ചു വെക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒരു ദിവസം കഴിഞ്ഞാലും ഇരിക്കും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പൊ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. പഞ്ഞ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ തയ്യാറാക്കി എടുത്ത ഫ്രൈഡ് ചിക്കൻ മസാലയും ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം കുക്കറിൽ മാവ് തയ്യാറാക്കി ഇതുപോലെ പത്തിരി തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. ഒരു ദിവസം കഴിഞ്ഞാലും നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്